നമുക്ക് ലഞ്ച് കഴിച്ചാലോ, വല്ലാതെ വിശക്കുന്നു. ഒരു ദിവസം താമസിച്ചെന്ന് പറഞ്ഞോണ്ട് എന്തുവാ? എന്നാ നീ വിട്ടോ. ആ ഒന്ന് തന്നെ, എനിക്കൊരു കോഫി മാത്രം പറ. കോഫി അല്ലേ, പറഞ്ഞേക്കാം. മെയിൽ അയച്ചിട്ട് വരാം. താങ്ക് യു സോ മച്ച്. ഓവർ പ്രഷർ, എന്ത് ചെയ്യാനാ. അതിരിക്കട്ടെ, 2 ദിവസം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സർപ്രൈസ് പാർട്ടി കൺഫേം ആണല്ലോ അല്ലേ? അതെല്ലാം പിന്നെ നോക്കാം, ഇപ്പം എൻ്റെ ജോലി നോക്കട്ടെ. ക്ലയൻറ്റ് ഇതുവരെ മോഡൽ കൺഫേം ചെയ്തിട്ടില്ല. ഏതുപോലുള്ള മോഡലാണ്, എത്ര കോസ്റ്റ്, ഒന്നും കൺഫേം ആയില്ല. മോഡൽ കൺഫേം ആയില്ലെങ്കിൽ ഇപ്പം എന്താ, നീ മോഡലിനെ പോലെ ഇരിക്കുകയല്ലേ, നിനക്കായിക്കൂടെ? നീ തന്നെ ഒരു മോഡലാ. നീ ഉറപ്പ് പറഞ്ഞാലേ സർപ്രൈസ് പാർട്ടി നടക്കൂ. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇവിടെ തന്നെ ടെൻഷനാ. നീ എഴുന്നേറ്റ് പോ. ചെക്ക് യുവർ മൊബൈൽ. നിന്റെ പ്രോജക്റ്റ് വർക്കിനെ കുറിച്ച് നീ ടെൻഷൻ ആവണ്ട. അത് ഞാൻ നോക്കിക്കോളാമെന്ന്. നിന്റെ കൂടെ ഞാനുണ്ടെന്നേ. ഏയ്, താങ്ക് യു സോ മച്ച് യാർ, ഇത്രയും ദൂരം വന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നതിനെ. ഇറ്റ്സ് ഓക്കെ, അതൊന്നും സാരമില്ല. കൂൾ. ഹലോ ബഹദൂർ. ആ, എനിക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവേ. അതുകൊണ്ട് ഒന്ന് കടയ്ക്ക് പോയിട്ടേ കുറച്ച് പച്ചക്കറി ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കാവോ? ഒന്ന് ചെയ്യണേ. ഏയ്, നമുക്ക് തന്നെ വാങ്ങിട്ട് പോന്നേ, സാരമില്ല. വണ്ടി തിരിക്കട്ടെ. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അയാളെല്ലാം വാങ്ങിച്ചു വെച്ചോളൂ. ആ ഇല്ല 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 ഇല്ല, നിങ്ങളെ എല്ലാം വാങ്ങിച്ചു വെച്ചോളൂ. ഞാൻ വന്നിട്ട് ഉടനെ തന്നെ പൈസ തരാം കേട്ടോ, മറക്കല്ലേ. ആ പിന്നെ പറയാൻ മറന്നുപോയി, നമ്മുടെ സോണൽ മീറ്റിംഗ് ഉണ്ടല്ലോ, ഹൈദരാബാദിൽ വെച്ചിട്ടാണ് അടുത്ത ആഴ്ച. വാവ്, സംഗതി കൊള്ളാലോ. സത്യം പറഞ്ഞ് ഇവിടെ എനിക്ക് വല്ലാതെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ബോറടിക്കുന്നോ? ആഹാ, ഞാൻ എന്താ പിന്നെ ബോസിനോട് പറയട്ടെ. സംസാരിച്ചോ? ഞാൻ ശരിക്കും പറഞ്ഞതാ, എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് പോണം. അങ്ങനെയാണോ? പറയൂ. ഇന്ന് ഞാൻ കുറച്ച് താമസിക്കും. ഇതൊക്കെ പുതിയ കാര്യമാണോ? റെഗുലർ തന്നെയല്ലേ? നീ എന്താ ഈ പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ? എന്റെ ജോലി തീർത്തിട്ടേ വരാൻ പറ്റുമെന്ന് നിനക്കറിയില്ലേ? പിന്നെ ഇതുപോലുള്ള സംസാരമൊന്നും ഇനി വേണ്ട കേട്ടോ. നീയും കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ? എനിക്കും അതേ വർക്ക് പ്രഷർ തന്നെയാ. എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. പിന്നെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി എനിക്കൊന്ന് ഹൈദരാബാദ് വരെ പോവേണ്ടി വരും. ആ, ബോസ് അറേഞ്ച് ചെയ്തതാ. ഓ, അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ പൂജയും കാണുമല്ലോ. വാ, ഒരു ചേഞ്ചിന് വേണ്ടി പൂജയുടെ കൂടെ ചുറ്റാൻ പോന്നു. അല്ല, അത് അങ്ങനെയല്ല. എനിക്കാണെങ്കിൽ ആ പൂജ കാണുന്നതേ ഇഷ്ടമല്ല. അവിടെ ആറ്റിറ്റ്യൂഡ് കണ്ടാലേ എനിക്ക് ദേഷ്യം വരും. അതില്ലാതെ രണ്ടുപേരും കൂടെ ഓഫീസ് ട്രിപ്പ് ചുറ്റാൻ ആ രാഹുൽ അവക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിനക്കറിയാവോ? രാഹുൽ അവക്ക് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ. എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊരു മന്ദബുദ്ധിയാന്ന് വിചാരിക്കണ്ട. എനിക്ക് അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി അറിയാം. ഏയ്, നീ ഇതെന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നു. പാൽക്കാരൻ, അവളൊരു പാൽക്കാരി. അത് ഐ ആം സോറി. അത് എന്തിനങ്ങനെ ചിരിക്കുന്നത്? ചിരിക്കാതെ പിന്നെ, ലൈല മജ്നു അല്ലേ? ഡ്യൂഡ്, നീയാണോ ഇങ്ങനെ? ആ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്റെ ഈ പ്രേമ കഥ. ലവ് ബേർഡ്സ് ആണോ നിങ്ങൾ രണ്ടുപേരും? സിറ്റിയിൽ ശരിക്കും പൊല്യൂഷൻ ആയിരിക്കുമല്ലേ? ആകാശത്ത് ചന്ദ്രനെ പോലും കാണാനില്ല. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, രാത്രി, നിലാവ്, സംഗീതം, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാ. ബൈ ദ വേ, ഐ എം സോറി. എന്തിനാ? പൂജയെക്കുറിച്ച് ഞാൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവളതൊന്നും സീരിയസ് ആയിട്ട് എടുത്തില്ല. സീരിയസ് ആയിട്ട് എടുത്താലും ഇല്ലെങ്കിലും ഞാൻ അവളെ പറ്റി സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ അത് അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നേ. എനിക്ക് അകത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു, ഞാൻ പോയിട്ട്. നിർത്ത്. ഇത് നോക്ക്, ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, പൂജ നിന്നെ പറ്റി ഒരുപാട് സംസാരിച്ചിരുന്നു. നീ വളരെ സ്നേഹമുള്ളവളാണ്, നീ വളരെ നല്ലവളാണെന്നൊക്കെ.
പിന്നെ നിന്നെ പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ ഇതുപോലെ പറയാൻ പറഞ്ഞോ? ആ, അത് ആരും പറഞ്ഞല്ല. ഞാൻ ഓ അങ്ങനെയാണ്. നീ അല്ല നീ ഒന്ന് പറയുന്നത് കേൾക്ക്. അല്ല ഞാൻ പറയുന്നത് നിന്നോടല്ല പോ. നീ എന്നെ ഒരിക്കലും മനസ്സിലാക്കില്ലെന്നുണ്ടോ? ഇത് നോക്ക്, എനിക്ക് എപ്പോഴും നീയല്ലാതെ വേറെ ആരും തന്നെ ഇല്ല. അതെന്താ നിനക്ക് മനസ്സിലാവാത്തത്? എന്താ എന്താ പറഞ്ഞേ? അതല്ലേ പറഞ്ഞത്, എനിക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന്. നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇനി പറ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? നിന്റെ തീരുമാനം എന്താണെങ്കിലും പറ. ഉറപ്പായും പറയണോ? ആ തീർച്ചയായിട്ടും. അണ്ണാ ആ പാട്ടിന്റെ അടുത്ത് ഒരു ചേഞ്ചും ഇല്ലല്ലോ അണ്ണാ. ഇവിടെ ഒന്നും ആരെയും കാണാനില്ലല്ലോ. എന്താ ആരാടാ വേണം നടുക്ക് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത്? എടോ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായടോ. വണ്ടി അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോവായിരുന്നു. ഈ സൈഡിൽ വഴിയില്ലെങ്കിൽ ആ സൈഡിൽ വഴി ഉണ്ടോന്ന് പോയി നോക്ക്. ആ ഭാഗത്ത് ഗേറ്റ് ക്ലോസ് ആണല്ലോ. എടോ എല്ലാ ഗേറ്റും ക്ലോസിലാടോ. അത് നമ്മളല്ലേ തുറന്നു പോണ്ടേ? ചെല്ലേ, ചെന്ന് ഗേറ്റ് തുറക്ക്, എന്നിട്ട് വണ്ടി എടുക്ക്. ചെല്ലേ, വേഗം ചെല്ലേ. ആ ശരി സാർ, ഞാൻ പോയി നോക്കാം സാർ. ആ താങ്ക് യു ബോയ്, താങ്ക് യു, വളരെ നന്ദി.